അക്ഷയ് എന്ന് പറയുന്ന ആളാണ് ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. അയാളാണ് ഇതിന്റെ കിങ് പിൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ആരാണ് ഈ സിദ്ധാർത്ഥനെ തിരുവനന്തപുരത്തേക്ക് വന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചത് ആരാണ്? ആ തിരികെ വിളിച്ച വിദ്യാർത്ഥി ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ്. അയാളുടെ പേരിപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു തന്നു. അയാളാണ് അക്ഷയ് എന്ന് പറയുന്ന ആളാണ് ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. അയാളാണ് ഇതിന്റെ കിങ് പിൻ. ഈ കേസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ട അയാളാണ്. SFI നേതാവായതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ CPMുമായി അടുത്ത് ബന്ധപ്പെട്ടതുകൊണ്ട് അയാൾ ഇതുവരെ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒളിവിൽ CPMന്റെ നേതാക്കന്മാരുടെ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അയാളെ പിടിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ഈ സംഭവം ഉണ്ടായി ഞാൻ ഈ വിവരങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. വയനാട് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മുൻ MLA ശശീന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് DYSP ഭീഷണിപ്പെടുത്തി. പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ട് ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി ബഹളമുണ്ടാക്കിയ മുൻ MLA ശശീന്ദ്രനും CPM നേതാക്കന്മാരും ബാക്കിയുള്ള പ്രതികളെ CPMന്റെ വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു. എന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. ഈ കൊലപാതകങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത പ്രതികളെ സംരക്ഷിച്ചത് മുഴുവൻ വയനാട്ടിലെ CPMന്റെ ജില്ലാ കമ്മിറ്റിയും അവരുടെ നേതൃത്വമാണ്. എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത്? അന്ന് പൊതുജന രോഷം സസ്പെൻഡ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതേ ആളുകളെ തിരികെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രതിഷ്ഠിച്ചു. അവരാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയത്. ഇതിന് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് നടക്കുകയാണ്. കൽപ്പറ്റ XMLA എന്തുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല? ആരെങ്കിലും പ്രതിയെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ ചെന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ കേസ് തേച്ച് മായ്ച്ച് കളയാൻ മാർക്സിസ്റ്റ് പാർട്ടി വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ കേസ് CBI അന്വേഷണത്തിന് വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.